ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ സമയം 2:30 കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാവിൽ വന്നേക്കുവാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ദേവൻ്റെ ഒരു തെറയുണ്ട്. ഇന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കണ്ണൂരിലെ ഭൂരിഭാഗം കാവുകളിലും കെട്ടിയാടുന്ന ഒരു പ്രധാനപ്പെട്ട ദേവൻ തന്നെയാണ് ഗുളികൻ. ശ്രീ മഹാദേവന്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. യമദേവന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ. ഗുളികന് പുറംകാലൻ, കരിങ്കാലൻ എന്നീ മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ദേവനാണ് ഗുളികൻ. അപ്പോൾ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ എത്താത്തതായിട്ട് ഒരിടം പോലും ഇല്ലെന്നാണ് ഉപാസന്മാർ വിശ്വസിക്കുന്നത്. ഏതൊരു തെയ്യരൂപവും അതിൻ്റെ ആ ഒരു ദൈവത്തിലോട്ടുള്ള മാറ്റത്തിലോട്ട് വരുന്നത് മുഖത്തെഴുത്തിലൂടെയും തോറ്റം പാട്ടിലൂടെയാണ്. അപ്പം ഗുളിക ദേവന്റെ മുഖത്തെഴുത്തും തോറ്റം പാട്ടും ഒക്കെ നമുക്കൊന്ന് കണ്ടു. ഉച്ചയ്ക്കും സന്ധ്യക്കും പാതിരാത്രിക്കും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് പോലും കാരണമാകുന്നു എന്നാണ് വിശ്വാസം. ഭക്തന്മാർക്ക് വന്നു ചേർന്ന് സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ദൂരീകരിക്കുന്ന ദേവനാണ് ഗുളികൻ. പ്രധാനമായും 101 ഗുളികൻ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ പ്രധാനമാണ് കാലഗുളികൻ, കരിങ്കുളികൻ, മന്ത്രഗുളികൻ, വിഷ്ണുഗുളികൻ, രാഹുഗുളികൻ എന്നിവ. ഗുളികന്റെ കർമ്മത്തിൽ പ്രധാനം കരിങ്കലശമാണ്. അപവൃത്തി വരാതിരിക്കാനും ദുരിതം അകറ്റാനും ഒക്കെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത്. ഇത് അവസാനിക്കുന്നത് കോഴിയെ ഗുരുതി കൊടുക്കുന്നതിലൂടെയാണ്. ഇനി നമുക്ക് ഗുളികന്റെ ജനന കഥയൊന്ന് നോക്കാം. മൃഗണ്ടു എന്ന മുനി പുത്രഭാഗ്യത്തിന് വേണ്ടി മഹാദേവന് തപസ് ചെയ്യേണ്ടായി. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മഹാദേവൻ ഒരു ചോദ്യം ചോദിച്ചു മുനീൻ്റെ അടുത്ത്. 101 വയസ്സുള്ള മന്ദബുദ്ധിയായ മകനെ വേണോ, അല്ലെങ്കിൽ 16 വയസ്സ് വരെ ജീവിക്കുന്ന ബുദ്ധിമാനായ മകനെ വേണോ? മുനിയൊന്ന് ആലോചിച്ചപ്പം 16 വയസ്സാണ് ഉള്ളതെങ്കിലും നല്ല അറിവുള്ള മകനെ തന്നെ മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ മൃഗണ്ടു മുനിക്ക് പുത്രൻ ജനിക്കുകയുണ്ടായി. മാർക്കണ്ഡേയൻ എന്ന പേര് വയ്ക്കുകയും ചെയ്തു. ജീവന് തുല്യം സ്നേഹിച്ച മകൻ 16-ാം വയസ്സിൽ നഷ്ടപ്പെടുമെന്ന് ആലോചിച്ച് ആ മാതാപിതാക്കൾ ഒരുപാട് വിലപിച്ചു. തനിക്ക് 16 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ കടുത്ത ശിവഭജനം ആരംഭിച്ചു. ശിവലിംഗത്തിന് മുന്നിൽ മാർക്കണ്ഡൻ പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ് മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിന്റെ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത്. കാലന്റെ വിളികേട്ട മാർക്കണ്ഡേയൻ പേടിച്ച് ശിവഭഗവാനെ ഉറക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞു. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരഞ്ഞത്. അപ്പം കാലപാശത്തിന്റെ കുരുക്കെറിഞ്ഞ കാലൻ മാർക്കണ്ഡേയനോടൊപ്പം ശിവലിംഗം കൂടെ അടർന്നു പോരുകയുണ്ടായി. ഇതിൽ ക്ഷുഭിതനായ മഹാദേവൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാലനെ ഭസ്മമാക്കി. ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാതെയായി. അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഇടതുകാലിലെ പെരുവിരലിൽ നിന്നും ഉണ്ടായ കാലനാണ് ഗുളികൻ. പിന്നീട് കാലപാശവും ത്രിശൂലവും ഒക്കെ നൽകി മഹാദേവൻ ഗുളികനോട് തൻ്റെ കാലൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ കണ്ണൂരുകാരുടെ ഗുളികൻ തെറയും ഗുളികൻ്റെ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subhi signing off from Bites. Bye bye.